നമസ്കാരം. അങ്കമാലിയുടെ ഈ വീഡിയോ ഇപ്പോൾ വന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, എമ്പുരാൻ എന്ന സിനിമയാണ്. എമ്പുരാൻ എന്ന സിനിമ ഇപ്പോൾ വലിയൊരു വിവാദങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ചിത്രത്തിന്റെ കുറച്ച് നാളുകളായിട്ട് യാതൊരുവിധ അനക്കവും ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ വലിയ വാർത്തകൾ വന്നിരുന്നു. ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരു ടീമായിട്ടുള്ള ലൈക്ക പ്രൊഡക്ഷൻസ്, സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ പ്രൊഡക്ഷൻ ഹൗസാണ്. വൻ ചിത്രങ്ങൾ മാത്രം എടുക്കുന്ന ടീമാണ്. ഈ അടുത്ത കാലത്ത് എടുത്ത അവരുടെ സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങി. രജനീകാന്തിനെ വെച്ചെടുത്ത സിനിമയും അതുപോലെ തന്നെ പലരെ വെച്ച് വലിയ വലിയ താരങ്ങൾ, അജിത് കുമാറിനെ പോലെ താരങ്ങളൊക്കെ വെച്ച് എടുത്ത സിനിമകൾ വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ അവർക്ക് വലിയ ഷോക്കായിരുന്നു ഉണ്ടായത്. അതുതന്നെയായിരിക്കും ഒരു പക്ഷേ കാരണമെന്ന് കരുതുന്നു. വൻ ബഡ്ജറ്റിൽ നീങ്ങിയ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ, ആ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായിട്ട് ലൈക്ക വന്നപ്പോൾ ആ വന്ന നാൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളായിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. ടീസറും ഇറങ്ങി ഇപ്പോൾ റിലീസും പ്രഖ്യാപിച്ച് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിലാണ് കുറച്ച് നാളുകളായിട്ട് 36 ക്യാരക്ടർ പോസ്റ്റർ വന്നതിന് ശേഷം യാതൊരുവിധ വാർത്തകളും എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് പുറത്തു വന്നിരുന്നില്ല. അപ്പോൾ തന്നെ പലരും ഈ റിലീസ് മാറ്റിവെക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. എന്നാൽ റിലീസ് മാറ്റിവെക്കുന്നില്ല. ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് പുതിയൊരു പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹം ഇപ്പോൾ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഈ ചിത്രം ഏറ്റെടുക്കുകയാണ്. ലൈക്കയുടെ എല്ലാ ബാധ്യതകളും മാറ്റിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അത് ഏറ്റെടുക്കുന്നു. ഒപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് ഫിലിംസും ചേർന്നാണ് ചിത്രം റിലീസിങ്ങിന് എത്തുന്നത്. വരുന്ന 27-ാം തീയതി മാർച്ച് 27-ന് ലൂസിഫർ വന്ന അതേ ഡേറ്റിൽ തന്നെ ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും കാത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ലൈക്ക ഇത്തരത്തിൽ ഈ ഒരു സിനിമയിൽ നിന്ന് പിന്മാറാനുള്ള കാരണം? എൻ്റെ ഒരു നോട്ടത്തിൽ അതൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ്. അവരുടെ ഈ അടുത്ത് വന്ന സിനിമകളെല്ലാം തന്നെ വലിയ പരാജയങ്ങളായിരുന്നു. കൂടാതെ ഇപ്പോൾ നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അവർ മുടക്കുന്ന തുക തിരിച്ചു കിട്ടുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരിക്കും ഒരു പക്ഷേ. കാരണം സിനിമയാണ്, ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഏത് സിനിമയാണ് വിജയിക്കുക, ഏത് സിനിമയാണ് പരാജയപ്പെടാം. ആരുടെ പടമാണെങ്കിലും വിജയിക്കാനും പരാജയപ്പെടാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഉറപ്പുമില്ലാത്തൊരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങനൊരു തീരുമാനത്തിൽ ലൈക്ക എത്തിയതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ശ്രീ ഗോപാലൻ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം മൂവീസ് ഈ സിനിമ ഏറ്റെടുക്കുന്ന പ്രഖ്യാപനം വരുമെന്നാണ് അറിയുന്നത്. പിന്നാലെ തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലറും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 4 മിനിറ്റിന് മുകളിലുള്ള ട്രെയിലറും പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. നാളെയായിരിക്കും ഒരുപക്ഷെ ട്രെയിലർ വരുന്നത്. ഇന്നാണ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ ഇന്ന് ആ ഒരു ട്രെയിലറോട് കൂടി തന്നെ അത് ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതായി